ഈ അൽഫാം ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ എൽ ക്ലാസിക്കോടെ സ്കോർ പ്രെഡിക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ കറക്റ്റ് ആയിട്ട് പ്രെഡിക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കൃഷ്ണാപുരത്തുള്ള ഷമീർക്കാടെ വീട്ടിലേക്കാണ് കേട്ടോ നമ്മൾ ഈ അൽഫാം കൊണ്ടുകൊടുക്കാൻ പോണത്. പിന്നെ കൃഷ്ണാപുരം വരെ വന്ന സ്ഥിതിക്ക് അവിടെ നടക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റ് KPL കാണാണ്ട് തിരിച്ച് വീട്ടിൽ പോയി അത് തീരാത്ത നഷ്ടമാവും ആലോചിച്ചിട്ട് കളി കാണാൻ ടർഫിലേക്ക് പോയി. KPL പ്രഡിക്ഷൻ ചലഞ്ച് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിലും പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ വേഗം പങ്കെടുത്തോ. പിന്നെ നിങ്ങൾ ഇപ്പൊ കാണുന്നത് സ്പൈഡർമാൻ വലട്ടതൊന്നല്ല കേട്ടോ, സീരിയസ് ആയിട്ട് കളി കാണുന്ന ഷാജേട്ടനെയാണ്. ഈ വയസ്സന്മാർ മുതൽ ചെറിയ കുട്ടികളെ വരെ ഒരുപോലെ ചാടി തുള്ളിക്കാൻ കൽപ്പുള്ള വേറെ ഏത് ഗെയിമാണ് നമ്മുടെ വേൾഡിൽ ഫുട്ബോൾ അല്ലാണ്ടുള്ളത്. പിന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞ ഒരു കാര്യമാണ്, അമ്മാന്റെ കഴിവ് ഓവർലോഡാണ്. അതിനൊരു ഉദാഹരണമാണ് നിങ്ങൾ ഈ കാണുന്നത്. പെട്ടെന്ന് ഒരൊറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ജെയ്സിം ബുട്ടൊക്കെ ഇട്ടിട്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ പോലെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഇതൊക്കെ അവന്റെ സ്കിൽസ് ആണ്. മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഒരു ലെജൻഡ് ആവണം. ഫുട്ബോളിന്റെ കാര്യത്തിൽ നമ്മൾ വലിയ ലെജൻഡ് എന്നല്ലാത്ത കാരണം അവിടെ നിന്ന് നേരെ വണ്ടി എടുത്ത് അമ്മയുടെ വീട്ടിൽ പോയിട്ട് വെക്കേഷനായിട്ട് ബോറടിച്ചിരിക്കുന്ന അമ്മയുടെ മക്കൾക്ക് എന്റെ വക ഒരു ലുഡോ ബോർഡ് സമ്മാനമായിട്ട് കൊടുക്കണമെന്നല്ല കേട്ടോ. അവർ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ നിൽക്കാൻ വന്നപ്പോൾ മറന്നു വെച്ച് ലുഡോ ബോർഡ് ഒന്ന് തിരിച്ചു കൊണ്ടുപോയി കൊടുത്തു. അത്രേ ഉള്ളൂ. ലുഡോ ബോർഡ് തിരിച്ചു കൊണ്ട് കൊടുത്തന്നെ നന്ദി അമ്മായി കാണിച്ചത് ഒരു കഷ്ണം ചക്ക തന്നിട്ടാണ് കേട്ടോ. അങ്ങനെ ചക്കി പിടിച്ച് വീട്ടിൽ പോണ വഴിക്ക് എന്നെ ഒരു ആക്സിഡന്റ്. കാര്യങ്ങൾ അന്വേഷിക്കാൻ എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ഇതെന്താ സംഭവം അറിയാൻ വേണ്ടി നമ്മൾ അതിന്റെ ഇടയിൽ ഒന്ന് പോയി നോക്കി. സംഭവം ഇതൊരു ചെറിയ ആക്സിഡന്റ് ആണ്. ഇനി ഞാൻ ഇടപെട്ട് വെറുതെ വലിയൊരു ആക്സിഡന്റ് ആക്കി മാറ്റണ്ടല്ലോ. മാത്രമല്ല തുടരും മൂവിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് സജി എന്നെ വെയിറ്റ് ചെയ്ത് വീട്ടിലിരിക്കുന്നുണ്ട്. എന്റെ അനിയന്ന് രാവിലെ മുതൽ തല കുത്തി മറിഞ്ഞ് നോക്കിയിട്ട് അവന് ടിക്കറ്റ് കിട്ടിയില്ല. പിന്നെ എങ്ങനെയാണ് ഈ മരം കുത്തി മൂറി ടിക്കറ്റ് എടുത്തതെന്നല്ല നിങ്ങൾ ആലോചിക്കുന്നത്. അവളെടുത്ത ടിക്കറ്റ് പാലക്കാടുള്ള ഏതോ തിയേറ്ററിൽ എടുത്താണ് കേസ്. പാലക്കാട് എന്ന് പറഞ്ഞ് നമ്മൾ വണ്ടി എടുത്ത് പറപ്പിച്ചു വിട്ടു. ജാതി വള്ളി ഒപ്പിച്ചിട്ടും അവളുടെ ആ ചിരി കണ്ടില്ലേ നിങ്ങൾ. അങ്ങനെ കുതിരാനും ടോൾ പാസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിയേറ്ററിന്റെ ഫ്രണ്ടിലെത്തി. രണ്ടുപേർക്കും നല്ല വിശപ്പുള്ള കാരണം അതിന്റെ നേരെ മുന്നിലുള്ള ഹോട്ടലിൽ കയറിയിട്ട് 2 പൊറോട്ട് ബീഫ് കൊണ്ട് പിന്നെ അപ്പുറത്തെ ഷോപ്പിൽ പോയി കുറച്ച് ചിപ്സ് പാർസൽ വാങ്ങി പടം കാണുമ്പോൾ കഴിക്കാൻ. സീനിപ്പടം എന്ന് പറഞ്ഞാൽ ചെറിയ സീനൊന്നല്ല, വൻ സീൻ പടം. ഇത് പാലക്കാടല്ല കോയമ്പത്തൂര് വന്ന് കണ്ടാലും മുതലാവും. അജാതി പടം. ഡയറക്ഷൻ, സ്ക്രീൻ പ്ലേ, ആക്ടിങ്, സിനിമോട്ടോഗ്രാഫി, BGM, മ്യൂസിക്, അങ്ങനെ ഏത് സൈഡ് നോക്കിയാൽ ഈ പടം മസ്റ്റ് വാച്ച് തിയേറ്റർ ആണ്. വേണേ പോയി കണ്ടു.